ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് 5 മ്യൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെമസ്റ്ററായ BA എക്കണോമിക്സിലെ മൈനർ വിഷയമാണ്. അപ്പം ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്റ്റെബിലൈസേഷൻ എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്. അപ്രോച്ചസ് ഓഫ് ഫിസിക്കൽ പോളിസി ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ബിൽഡിംഗ് സ്റ്റെബിലൈസർ. അപ്പോൾ എന്താ നോക്കാം. ബിൽഡിംഗ് സ്റ്റെബിലൈസർ ആസ് ദോസ് വേരിയബിൾസ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് ദ എക്കണോമി. അതായത് എക്കണോമിയെ ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് ബിൽഡിംഗ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓട്ടോണമിക് സ്റ്റെബിലൈസർ എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്കോണമിയെ സ്വയം ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു ഉപാധിയാണ് അപ്പോൾ ഏതെങ്കിലും സാമ്പത്തിക പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റ് പ്രോബ്ലത്തിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ബിൽഡിംഗ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻ ഓർഡർ ടു സ്റ്റെബിലൈസ് ദ എക്കണോമി ദിസ് വേരിയബിൾ ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് GNP. അതായത് അതുപോലെ അപ്പോൾ എക്കണോമി സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഈ വേരിയബിളായി GNPയുമായി ലിങ്ക് ചെയ്യണം. അതായത് ഇനി GDP എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർ ഒരു നിശ്ചിത കാലയളവിൽ അവരുടേതായ ആഭ്യന്തരവും അതായത് നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിലും വിദേശത്തു നിന്നതുമായ അതായത് വിദേശത്ത് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ ഉൽപാദന പ്രവർത്തനങ്ങളിൽ നിന്ന് നേടിയ മൊത്തം വരുമാനത്തിൻ്റെ മൂല്യത്തെയാണ് ഇവിടെ GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിലെ ആ ഒരു പൈസൻ്റെ കണക്ക് മാത്രമല്ല പുറത്തുനിന്ന് വരുന്നതും എല്ലാം കൂടി കൂട്ടിച്ചേർത്തില്ല കണക്കിനെയാണ് ഇവിടെ GDP എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ബിൽഡിംഗ് സ്റ്റെബിലൈസുകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ ടാക്സേഷൻ, രണ്ടാമത്തെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, മൂന്നാമത്തെ സർക്കാർ ചെലവ് അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്. ഈ മൂന്ന് വേരിയബിൾസ് അപ്പോൾ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ വികാസം അതേപോലെ സാമ്പത്തിക തകർച്ച അപ്പോൾ അതായത് എക്സ്പെൻഡിച്ചർ കോൺട്രാക്ഷൻ ഘട്ടങ്ങൾ അതായത് ഒരുപാട് വികസിക്കുന്ന അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരുപാട് വികസിക്കുന്നതും അതേപോലെ തകർച്ച അപ്പോൾ എന്നിവ ഓട്ടോമാറ്റിക്കലായി നിയന്ത്രിക്കുന്നതാണ് ബിൽഡിംഗ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബിൽഡിംഗ് സ്റ്റെബിലൈസറിനെ ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെന്റ് എന്നും വിളിക്കാറുണ്ട്. ഇനി പറയുന്നത് എന്താണ് ടാക്സേഷൻ എന്നതാണ്. പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ ആക്ട് ആസ് ദ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ. അതായത് പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറായി പ്രവർത്തിക്കുന്നു. ആസ് GNP ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഇൻക്രീസസ്. അതായത് അപ്പോൾ നമ്മുടെ GNP കൂടുന്നതിനനുസരിച്ച് അതായത് നമ്മുടെ പുറത്തിലെ വരുമാനം അകത്തിലെ വരുമാനം എല്ലാം കൂടി കൂട്ടിലെ റേറ്റിനെയാണ് ഇവിടെ GNP ഉദ്ദേശിക്കുന്നത്. അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നികുതി നിരക്കുകൾ വർദ്ധിക്കും. അപ്പോൾ വരുമാനത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നികുതി തുക വരുമാനത്തിലെ വർധനവിനേക്കാൾ ആനുപാതികമായി വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യട്ടോ. ഇനി അതിൽ പറയുന്ന ടോപ്പിക്കാണ് നെഗറ്റീവ് ടാസ്ക് മൾട്ടിപ്ലയർ എന്താണെന്ന്. അപ്പോൾ നെഗറ്റീവ് ടാസ്ക് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ സർക്കാരിൻ്റെ നികുതി കുറയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നികുതി കുറയ്ക്കുമ്പോൾ നമ്മുടെ GDPൻ്റെ റേറ്റും കുറയും കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ ഒന്ന് കുറക്കുമ്പോൾ മറ്റേതും കുറയും. അതിനെയാണ് ഇവിടെ നെഗറ്റീവ് ടാസ്ക് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് അഡോളറം ടാസ്ക് have a powerful stabilizing effect. However, the stabilization effect is lower for specific tax. അതായത് അഡോളോറം ടാക്സിന് അപ്പോൾ സ്റ്റെബിലൈസിങ് എഫക്റ്റ് കൂടുതലാണ് എന്തിനെ സംബന്ധിച്ച് സ്പെസിഫിക് നികുതിയെ സംബന്ധിച്ച് അഡോളോറത്തിന് സ്റ്റെബിലൈസിങ് എഫക്റ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പോൾ അഡോളോറം നികുതി എന്നത് അപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയുടെ 1% നികുതി ഈടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു ഉൽപ്പന്നം 1000 രൂപ വില ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുന്നത് അഡോളറം നികുതി അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത് 100 രൂപ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വില കൂടിയാൽ നികുതി കൂടുകയും വില കുറയുമ്പോൾ നികുതി കുറയുകയാണ് അപ്പോൾ അഡോളറം ടാസ്ക് ചെയ്യുന്നത്. ഇനി എന്താണ് സ്പെസിഫിക് ടാസ്ക് നോക്കാം. സ്പെസിഫിക് നികുതി ഒരു ഉൽപ്പന്നത്തിൻ്റെ അളവ് അടിസ്ഥാനമാക്കി
നികുതി ഈടാക്കുന്ന രീതിയാണ്. അതായത് ക്വാളിറ്റി, പിന്നെ അതേപോലെ വെയിറ്റ്, വോളിയം എന്നതിനനുസരിച്ചാണ് അപ്പം റേറ്റ് ഈടാക്കുന്നത്. അപ്പോൾ ഇത് സാധനത്തിന്റെ വില അല്ലെങ്കിൽ അളവ് എത്ര ആയിരിക്കട്ടെ, നികുതി ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് 1 ലിറ്റർ പാനീയത്തിന് 10 രൂപ നികുതി ഇട്ടു. അപ്പോൾ എങ്കിൽ 1 ലിറ്റർ കുടിക്കാൻ 10 രൂപ നികുതി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് സ്പെസിഫിക്, പിന്നെ അതേപോലെ അഡോളോറം ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സേഷനിലെ ലാസ്റ്റത്തെ പോയിന്റ്, അപ്പോൾ റെസിഷൻ ടൈമിൽ നികുതി നിരക്കുകളും നികുതി തുകയും വരുമാനത്തേക്കാൾ ആനുപാതികമായി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ടും കുറയുമ്പോൾ എന്താണ് ഉണ്ടാവല്? അപ്പോൾ ഇത് GNP എഫക്റ്റ്, എന്ത് എഫക്റ്റ് ഉണ്ടാക്കണം? ബൂസ്റ്റിംഗ് എഫക്റ്റ് ആണ് GNPയിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്താണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്, അതായത് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് റെസിസ്റ്റന്റ് ആ ഒരു ടൈമിൽ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസസ്, അപ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് ചെയ്യല്. അപ്പോൾ ആസ് എ റിസൾട്ട് ദ എമൗണ്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഇൻക്രീസസ്, അപ്പോൾ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യത്തിന്റെ അളവ് അപ്പോൾ കൂടും. അപ്പോൾ തൊഴിലില്ലായ്മ അപ്പോൾ കൂടുമ്പോൾ എന്താണ് കൂടുതൽ? തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യത്തിന്റെ അളവ് എന്താണ്? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് എഫക്റ്റ് ആണ് അപ്പോൾ GNPയിൽ ഉണ്ടാവല്? അപ്പം എക്സ്പെൻഡിച്ചർ, അതായത് വികാസത്തിന്റെ എഫക്റ്റ് ആണ് അപ്പോൾ GNPയിൽ ഉണ്ടാവില്ലേ. അപ്പം മറിച്ച് അപ്പോൾ എക്സ്പാൻഷൻ ടൈമിലാണെങ്കിൽ അപ്പോൾ നേരെ മറിച്ച് അപ്പോൾ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യത്തിന്റെ പേയ്മെന്റ് എന്താണ്? അവിടെ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇത് വരുമാനത്തിലെ വർധനവിനെ മിതമായ തോതിൽ നിർത്തുമെന്ന് പ്രതീക്ഷിക്കാണ്, എക്സ്പെക്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതായത് മോഡറേറ്റ് ദ റൈസ് ഇൻ ഇൻകം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്താണ് അഗ്രികൾച്ചറൽ പ്രൈസ് സപ്പോർട്ട് സിസ്റ്റം, അതായത് കാർഷിക വില പിന്തുണ സംവിധാനത്തെ പറ്റിയാണ്. അപ്പോൾ കാർഷിക വില പിന്തുണ സമ്പ്രദായം മറ്റൊരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആണ്. അപ്പോൾ മധ്യകാലത്ത്, അതായത് റെസിസ്റ്റന്റ് ടൈമിൽ കാർഷിക വില കുറയുന്നു. അപ്പോൾ കാർഷിക വില കുറയാണ് ചെയ്യുക. അപ്പോഴാണ് ആരുടെ സഹായം വേണ്ടത്? സർക്കാരിൻ്റെ സഹായം ശരിയായ രീതിയിൽ വേണ്ടിയത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ബിൽഡിംഗ് അപ്പോൾ സ്റ്റെബിലൈസേഷനിൽ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡ്യൂറിങ് റെസിസ്റ്റന്റ്, അതായത് മധ്യകാലത്ത് അപ്പം പെസിമിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ തുടങ്ങുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഒരു നികുതി ഇളവ് പെസിമിസ്റ്റ് വിശ്വാസത്തെ കൂടുതൽ വഷളാക്കാണ് ചെയ്യല്. പിന്നെ രണ്ടാമത്തെ പോയിന്റാണ് അതിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ വളരെ സാവധാനത്തിലാണ് പ്രവർത്തിക്കല്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പെട്ടെന്ന് കിട്ടൂല. പിന്നെ മൂന്നാമത്തെ പറഞ്ഞ സമ്പദ് വ്യവസ്ഥ, എക്കണോമി ബാഹ്യ അപ്പം ആഘാതങ്ങളെ അപ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ, അതായത് ഉദാഹരണം പറഞ്ഞ ഒരു വാറിനൊക്കെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പ്രവർത്തിക്കൂല. അതേപോലെ നാലാമത്തെ പോയിന്റാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ അപ്പം കുറഞ്ഞ രാജ്യങ്ങളെ അപേക്ഷിച്ച് വികസിത രാജ്യങ്ങളിലാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ വല്ലാതെ വികസനം ഇല്ലാത്ത രാജ്യങ്ങളിൽ അത് പെട്ടെന്നൊന്നും അപ്പോൾ കാര്യക്ഷമമായി കണ്ട് പ്രവർത്തിക്കില്ല എന്നാ പറയുന്നത്. നല്ലോണം ഡെവലപ്മെന്റ് ആയ കൺട്രീസിലാണ് ഇത് കൂടുതലായി അപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ചെയ്യുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത്, അപ്പോൾ ഇൻഫ്ലേഷൻ ഡിക്ലേഷൻ ഇല്ല ടൈമിൽ അപ്പോൾ ഇതിനെ തടയാനായിക്കാണ്ട് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിന് സാധിക്കില്ല ഫിസിക്കൽ പോളിസിയിൽ. അതുകൊണ്ട് എന്താ ഗവൺമെൻറ് ഷുഡ് ഫോളോ അപ്പോൾ ഡിസ്ക്രിയേറ്റനറി ഫിസിക്കൽ പോളിസി. അതുകൊണ്ട് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഡിസ്ക്രിയേറ്റനറി ഫിസിക്കൽ പോളിസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിൽഡിംഗ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി എന്താണ് കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. അപ്പോൾ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി റെഫേഴ്സ് ടു ദ വേ ദ ഗവൺമെൻറ് പ്ലാൻ എ ബഡ്ജറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ടു കോമ്പൻസേറ്റീവ് എ സ്പെൻഡിങ് ബൈ ദ പബ്ലിക് ഇൻ ദ എക്കണോമി. അതായത് ഒരു എക്കണോമിയിലെ പൊതുജനങ്ങളുടെ ചെലവുകൾ നികത്താൻ ബഡ്ജറ്റ് സപ്ലൈ ഓർ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആസൂത്രണം ചെയ്യുന്ന രീതിയെയാണ് ഇവിടെ കോമ്പൻസേറ്ററി ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 1930കളിൽ അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ പോരാടുന്നതിനുള്ള കെയ്നസിൻ്റെ കുറിപ്പോടെ സക്സസിൻ്റെ ശേഷമാണ് പ്രൊമിനൻ്റ് ആയി. ഇനി എന്താണിത്? കോമ്പൻസേറ്ററി ആക്ഷൻസ്, അതായത് നഷ്ടപരിഹാര നടപടി സർക്കാർ രൂപത്തിൽ എടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചാൽ, ഒന്നാമത്തെ സർപ്ലസ് ബഡ്ജറ്റിങ്ങും രണ്ടാമത്തെ ഡെഫിസിറ്റ് ബഡ്ജറ്റിങ്ങുമാണ്.
അപ്പോൾ ഈ ഒരു കോമ്പൻസേറ്റീവ് ഫിസിക്കൽ പോളിസിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്നത് പൊതുച്ചെലവും നികുതിയും കൈകാര്യം ചെയ്യുന്നതിലൂടെ പണപ്പെരുപ്പത്തിൻ്റെ എതിരെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടർച്ചയായി നഷ്ടപരിഹാരം നൽകുക എന്നതാണ് ഈ ഒരു കോമ്പൻസേറ്റീവ് ഫിസിക്കൽ പോളിസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി കോമ്പൻസേറ്റഡ് ഫിസിക്കൽ പോളിസീൻ്റെ 3 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഇഫ് ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് അപ്പോൾ ഡിപ്രഷൻ ദ ഫിസിക്കൽ പോളിസി ഷുഡ് ബി ഗ്രേറ്റ് ടു ഇൻക്രീസസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് തൊഴിലില്ലായ്മയുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഡിമാൻഡ് തോത് വർദ്ധിപ്പിക്കുന്നതിന് ഫിസിക്കൽ പോളിസി റെഡിയാവണം എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഡ്യൂറിങ് ടൈംസ് അപ്പോൾ ഓഫ് ഇൻഫ്ലേഷൻ ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് demand should be reduced to make it equal to the value of available output. അതായത് ഇൻഫ്ലേഷൻ ടൈമിൽ മൊത്തത്തിലുള്ള ഡിമാൻഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് അവൈലബിൾ ഔട്ട്പുട്ട് ഈക്വൽ ആക്കണം. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് if there is full employment, fiscal policy should maintain the level of aggregate demand so that there is neither inflation nor unemployment. അതായത് പൂർണ്ണമായ തൊഴിലുണ്ടെങ്കിൽ ധനനയം അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി മൊത്തത്തിലുള്ള ഡിമാൻഡിൻ്റെ നിലവാരം നിലനിർത്തണം. അങ്ങനെ പണപ്പെരുപ്പമോ തൊഴിലില്ലായ്മ ഉണ്ടാകില്ല എന്നതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പം ഇനി എന്താണ് സർപ്ലസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഡിമാൻഡ് നിയന്ത്രിക്കുന്നതിനുള്ള പവർഫുൾ ആയിക്കാണ്ടുള്ള ടൂളാണ് മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ദിസ് പോളിസി ദ ഗവൺമെൻറ് കീപ്പ് ഇറ്റ് എക്സ്പെൻഡിച്ചർ ലോവർ ദെൻ ദ റവന്യൂ. അതായത് ഈ നയത്തിന് കീഴിലുള്ള ഗവൺമെൻറ് അതിൻ്റെ ചെലവ് അതിൻ്റെ വരുമാനത്തേക്കാൾ കുറവാണ് ഈ സർപ്ലസ് ബഡ്ജറ്റിൻ്റെ. അപ്പോൾ ആവശ്യമെങ്കിൽ ഗവൺമെൻറ്റിന് ഉയർന്ന നികുതി നിരക്ക് അവലംബിക്കുകയും ചെലവ് കൂടുതൽ കുറയ്ക്കുകയും ചെയ്യാം. ഗവൺമെൻറ്റിന് അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ടാക്സേഷൻ റിഡ്യൂസിങ് ഡിസ്പോസിബിൾ ഇൻകം, അതായത് നികുതി ഡിസ്പോസിബിൾ വരുമാനം കുറക്കുന്നു. അപ്പോൾ ആസ് എ റിസൾട്ട് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് അപ്പോൾ ഡിക്രീസ് ഇറ്റ് ദ റേറ്റ് ഓഫ് ടാക്സ് മൾട്ടിപ്ലർ, അതായത് തൽഫലമായി നികുതി ഗുണത്തിൻ്റെ നിരക്കിൽ മൊത്തം ഡിമാൻഡ് കുറയുന്നു. പിന്നെ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് എ കട്ട് ഇൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റിഡ്യൂസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇത് ദ റേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്പിൾ, അതായത് ചെലവ് വശത്ത് സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നത് ചെലവുകളുടെ ഗുണിത നിരക്കിൽ മൊത്തത്തിലുള്ള ഡിമാൻഡ് കുറയ്ക്കുകയാണ് ചെയ്യുക. In the to provoke attack on the aggregate demand, helps reducing the demand pressure and that why the inflation. അതായത് അപ്പോൾ മൊത്തത്തിലുള്ള ഡിമാൻഡിന്മേലുള്ള ടു പ്രോക്ക് അറ്റാക്ക് ഡിമാൻഡ് സമ്മർദ്ദവും അതുവഴി പണപ്പെരുപ്പവും കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ സർപ്ലസ് ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഫങ്ഷണൽ ഫിനാൻസ് അപ്രോച്ചിനെ പറ്റിയാണ്. അപ്പോൾ സാമ്പത്തിക ചിന്തയിലെ കെയ്നസ്യൻ വിപ്ലവം പൊതുധനകാര്യത്തിൻ്റെ മുഴുവൻ അടിത്തറയിലും പുനഃസ്ഥാപിക്കുകയും ആധുനിക കാലത്തെ ഒരു സാമ്പത്തിക മാനദണ്ഡമായി ഫങ്ഷണൽ ഫിനാൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫങ്ഷണൽ ഫിനാൻസ് എന്ന ആശയം വികസിപ്പിക്കുന്നതിൽ നേതൃത്വം വഹിച്ചത് കെയ്ൻസ് ആണെങ്കിലും ഈ ആശയം രൂപപ്പെടുത്തിയത് പ്രൊഫസർ AP ലേണറിനാണ്. അപ്പോൾ ലേണർ ഇങ്ങനെ പറയുന്നു, സാമ്പത്തിക നടപടികളുടെ പ്രവർത്തന രീതിയോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ പ്രവർത്തന രീതിയോ വെച്ച് വിലയിരുത്തുന്ന തത്വത്തെ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനെ നമുക്ക് ഫങ്ഷണൽ ഫിനാൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഫിനാൻസ് അപ്രോച്ചിന് 2 ആൾക്കാരാണ് പ്രധാനമായി പറയുന്നത്. ഒന്നാമത്തെ കെയ്ൻസും രണ്ടാമത്തെ ലേണറിനും. അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടുവന്നത് ലേണർ ആണെങ്കിലും അത് നേതൃത്വം കൊടുത്ത് ആ ഒരു ഫങ്ഷണൽ ഫിനാൻസ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് കെയ്നസ് ആണ് കേട്ടോ. ഇനി അതിലെ രണ്ടാമത്തെ പോയിന്റാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രാധാന്യത്തിന് താല്പര്യപ്പെടുന്ന പല പ്രവർത്തനങ്ങളും നികുതി, കടമെടുക്കൽ, പൊതുവായ ചെലവുകൾ, പൊതുവായ കടം മാനേജ്മെൻറ്റ് മുതലായ ലാഭം നൽകാതെ ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ സമഗ്രമായ ഫലങ്ങളെയും ദീർഘകാല പ്രത്യാഘാതങ്ങളെയും സ്വാധീനിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രോസസ്സാണ് ഫങ്ഷണൽ ഫിനാൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ നല്ല പ്രവർത്തനത്തിനും കാര്യത്തിനൊക്കെ വേണ്ടി എന്തെങ്കിലും ലാഭം നോക്കാതെ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫങ്ഷനെയാണ് ഇവിടെ ഫങ്ഷണൽ ഫിനാൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി എക്കണോമിക് ഫിലോസഫിന്റെ ആ ഒരു അഭിപ്രായത്തിൽ ദ ടേം ഫങ്ഷണൽ ഫിനാൻസ് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താ പൊതു ചെലവുകൾ, പൊതു വരുമാനങ്ങൾ, കടം നിയന്ത്രണങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നു. ഈ എല്ലാ ഉപകരണങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ച് സാമ്പത്തിക സമൃദ്ധി, മുഴുവൻ ജോലി സൃഷ്ടിക്കൽ, സാമ്പത്തിക സ്ഥിരത എന്നിവ നേടാൻ ഉപയോഗിക്കുന്ന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫങ്ഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള ഫങ്ഷണൽ ഫിനാൻസിന്റെ കീഴിൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ലേണർ നിർദ്ദേശിക്കുന്ന ചില പ്രധാന നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ നിയമമാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് ഫങ്ഷണൽ ഫിനാൻസിന്റെ കീഴിൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ലേണർ നിർദ്ദേശിക്കുന്ന ചില പ്രധാന നിയമങ്ങൾ അല്ലെ റൂൾസിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ റൂളാണ് സർക്കാർ ബഡ്ജറ്റ് സമ്പൂർണ്ണ തൊഴിൽ നേട്ടത്തിലേക്കും വില സ്ഥിരതയിലേക്കും നയിക്കണം. അതായത് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി വേണമെന്നാണ് പറയുന്നത്. ഇതിനായി സർക്കാർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ആവണമെന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് പണപ്പെരുപ്പ സമയത്ത് മാത്രം സ്വകാര്യ മേഖലയിൽ നിന്ന് പണം കടമെടുത്ത് സർക്കാർ പൊതുകടം ഉണ്ടാക്കണം. അത് പൊതുജനങ്ങളിൽ നിന്ന് അമിതമായ വാങ്ങൽ ശേഷി ഇല്ലാതാക്കുന്നതിനും അതുവഴി അധിക പണത്തിൻ്റെ സമ്മർദ്ദം കുറക്കുന്നതിനും അത്യന്താപേക്ഷിതമാവും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റാണ് അപ്പം ഡിപ്രഷൻ സമയത്ത് മാത്രം നിലവിലെ പൊതുവരുമാനത്തേക്കാൾ കൂടുതലുള്ള പൊതുചെലവ് കമ്മി ധനസഹായം വഴി, അതായത് അധിക കറൻസി നോട്ടുകൾ അടിച്ചിറക്കുന്നതിലൂടെ അപ്പം തീരുമാനമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള റൂൾ ഓഫ് ഫങ്ഷണൽ ഫിനാൻസ് അണ്ടർ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിൻ്റെ ആ ഒരു ടൈമിൽ ആ ഫങ്ഷണൽ ഫിനാൻസിൻ്റെ പങ്ക് എന്താണ് എന്നതാണ്. അതായത് ഒന്നാമത്താണ് അപ്പോൾ ബഡ്ജറ്റിനറി പോളിസി ഫോളോ സർപ്ലസ് ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റ് നയം മിച്ച ബഡ്ജറ്റിനെ പിന്തുടരാണ് ചെയ്യുക, സർപ്ലസിനെ ബഡ്ജറ്റിനെ ഫോളോ ചെയ്യും. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പോളിസി, അപ്പോൾ എക്സ്പെൻഡിച്ചർ റിഡ്യൂസ്, അതായത് സർക്കാർ ചെലവ് കുറക്കുകയാണ് ആ ടൈമിൽ ചെയ്യുക. പിന്നെ ഉണ്ടാവില്ല ടാക്സേഷൻ പോളിസി, അപ്പോൾ ടാക്സ് റേറ്റ് ഹൈറ്റ്, അപ്പോൾ ന്യൂ ടാക്സ്, അതായത് നികുതി നയം, നികുതി നിരക്ക് അപ്പോൾ വർധനവ്, പുതിയ നികുതികളൊക്കെ ഉണ്ടാവും ഈ ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ വായ്പ വർദ്ധിക്കുന്നു, സർക്കാർ വായ്പ വികസനം തടയുന്നു. അതേപോലെ സെക്യൂരിറ്റികൾ മിച്ച ബഡ്ജറ്റിലൂടെ തിരിച്ചടക്കണം എന്നതാണ് ഈ ഒരു ഇൻഫ്ലേഷൻ ടൈമിലുള്ള കാര്യങ്ങൾ. ഇന്ന റൂൾ ഓഫ് എഫ് അണ്ടർ ഡിഫ്ലേഷൻ ടൈമിൽ എന്തൊക്കെയാണ് ഉണ്ടാകും. അതായത് ഒന്നാമത്തെ ബഡ്ജറ്റ് നയം കമ്മി ബഡ്ജറ്റാണ് പിന്തുടരൽ, അതായത് ഫോളോ ഡിഫ്ലിറ്റ് ബഡ്ജറ്റ്. പിന്നെ രണ്ടാമത് നികുതി നയം, അപ്പോൾ നികുതി കുറയുകയാണ് ചെയ്യുക. അപ്പം പിന്നെ അതേപോലെ മൂന്നാമത് സർക്കാർ ചെലവ് നയം വർദ്ധിച്ച പൊതു ചെലവായിരിക്കും. പിന്നെ നാലാമത് പൊതുകട നയം, അതായത് ബഡ്ജറ്റ് ഡെപ്റ്റ് പോളിസി, അപ്പോൾ കമ്മി ബഡ്ജറ്റ് ഫണ്ട് നിഷ്ക്രിതമായി അപ്പം കിടക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് കടമെടുക്കുകയാണ് ഈ ഒരു ടൈമിൽ ചെയ്യുക. ഡിഫ്ലേഷൻ ആണ് ടൈമിൽ കേട്ടോ. ഇനി അടുത്ത ഫിസിക്കൽ പോളിസിയാണ് ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ആൻറ്റി ഫിസിക്കൽ പോളിസി എന്നത് സാമ്പത്തിക വ്യവസ്ഥയിൽ വില വർധനവിൻ്റെ പ്രാബല്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ നയത്തെയാണ് അപ്പോൾ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും സാധനത്തിന് വില കൂടി കാര്യങ്ങളൊക്കെ എങ്ങനെ കുറക്കാം, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും അപ്പം കാര്യങ്ങളൊക്കെ വില എത്തുന്നതിന് എന്തൊക്കെയാണ് തീരുമാനിക്കുന്നതൊക്കെ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസിയാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ പോളിസിൻ്റെ ഭാഗമായിക്കാണ്ട് നടക്കൽ വില വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കൽ കേട്ടോ, ഈ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ എന്താണ് അപ്പോൾ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി നോക്കാം. അപ്പോൾ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി ഇൻവോൾവ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പോൾ ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ആൻഡ് ബോറോയിങ് ആൻഡ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് പോളിസീസ്, അതായത് പണപ്പെരുപ്പ വിരുദ്ധ നയത്തിൽ അപ്പോൾ ഗവൺമെൻറ് ചെലവുകൾ, നികുതി, കടം വാങ്ങൽ, അപ്പോൾ ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നയങ്ങൾ എന്നിവയിലെ ക്രമീകരണങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കലാണ്.
അപ്പോൾ വില വർധനവിനെ അടിസ്ഥാനമാക്കി ഏതൊക്കെ കാര്യങ്ങളാ നോക്കുന്നത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ, ബോയിങ് ഡെപ്ത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അപ്പം ആന്റി ഇൻഫ്ലേറ്ററി ഫിസ്ക്കൽ പോളിസിയിൽ നോക്കല് ട്ടോ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ തന്നെ കടമെടുക്കലും അതേപോലെ ഡെറ്റ് മാനേജ്മെന്റ് നയങ്ങളും അപ്പോൾ മാനേജ്മെന്റ് പോളിസീസ് അപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മോണിറ്ററി പോളിസിയിൽ നിന്നോ അപ്പോൾ ഫിസ്ക്കൽ പോളിസിയിൽ നിന്നോ വ്യത്യസ്തമായ മൂന്നാം തരം സ്റ്റെബിലൈസേഷൻ പോളിസി ആയാണ് ഈ ഒരു പോളിസിനെ കണക്കാക്കൽ. ഏത് ആന്റി അപ്പോൾ ഇൻഫ്ലേഷനറി ഫിസ്ക്കൽ പോളിസിനെ കണക്കാക്കൽ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് ആന്റി ഇൻഫ്ലേഷൻ പോളിസി എന്ന് പറയുന്നത് പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന നടപടികളെ സൂചിപ്പിക്കുന്ന ഒരു പോളിസിയാണ്. അപ്പോൾ ഈ ഒരു പോളിസിയിൽ പ്രധാനമായിക്കൊണ്ട് എന്താ നോക്കുക, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൂടുതലായിക്കൊണ്ട് എന്തെങ്കിലും വില വർധനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതെങ്ങനെ കുറയ്ക്കാം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ ഈ ഒരു ഇൻഫ്ലേഷന് കുറയ്ക്കണോ വേണ്ടയോ ഒക്കെ തീരുമാനിക്കുന്നത് എല്ലാ കൺട്രിയിലും ഇൻക്ലൂഡ് ആയിക്കൊണ്ട് നോക്കുന്ന ഈ ഒരു പോളിസിയിലാണ് ട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമല്ലോ ട്ടോ.